Today, I am discussing the topic inserting an element into a binary search tree. ഇപ്പോൾ എന്താണ് ബൈനറി സെർച്ച് ട്രീ, എങ്ങനെയാണ് ബൈനറി സെർച്ച് ട്രീയിൽ സെർച്ചിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്ന് പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഹിയർ ഐ എക്സ്പ്ലെയിൻ ദ ടോപ്പിക് ഇൻസേർട്ട് ആൻ എലമെൻറ്റ് ഇൻ ടു ദി ബൈനറി സെർച്ച് ട്രീ. നമ്മൾ ബൈനറി സെർച്ച് ട്രീയിലെ ഇൻസേർഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ കയ്യിൽ ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കുക, അതിനകത്തേക്ക് എനിക്കൊരു ഇലമെൻറ്റ് അല്ലെങ്കിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ എവിടെയാണ് അത് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം ബൈനറി സെർച്ച് ട്രീ ആകുമ്പോൾ അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്ത് മാത്രമാണ് നമുക്ക് എന്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഉള്ളൊരു ട്രീ ആണിത്. ബിഫോർ ഇൻസേർഷൻ ഓഫ് എ നോഡ് 5 ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ട്രീയുടെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു. ദെൻ നമുക്കിപ്പോൾ 5 ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ട്രീയിലേക്കാണ് 5 ഇൻസേർട്ട് ചെയ്യണേ. നമ്മൾ എപ്പോൾ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്താലും ബൈനറി സെർച്ച് ട്രീയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് എവിടെയാണ് 5 ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 6 എന്ന നോഡും അതായത് റൂട്ട് നോഡും നമ്മുടെ ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് 5 തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ 5 ഈസ് ലെസ് ദാൻ 6. അപ്പോൾ നമുക്ക് മനസ്സിലാകും 5 ഇൻസേർട്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് ഓഫ് 6 ആണെന്ന് മനസ്സിലാവും. ദെൻ ലെഫ്റ്റ് സൈഡ് ഓഫ് 6ലേക്ക് വന്നു, അവിടെ കിടക്കുന്ന 2 ആണ്. ദെൻ 2ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്തു. അപ്പോൾ 5 ഈസ് ഗ്രേറ്റർ ദാൻ 2. സോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും 2ൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് 5 ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന്. ദെൻ റൈറ്റ് സൈഡിലേക്ക് പോയി, അപ്പോൾ അവിടെ കിടക്കുന്നത് 4 ആണ്. ദെൻ 4ൻ്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് 5 ഈസ് ഗ്രേറ്റർ ദാൻ 4 ആയതുകൊണ്ട് അത് ഇൻസേർട്ട് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇവിടെ എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഒറിജിനൽ ട്രീ സെർച്ച് ചെയ്യേണ്ട ട്രീ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അവിടേക്ക് ഈ 5 എന്ന നോഡിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസേർഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സെർച്ചിങ് ഓപ്പറേഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ അത് പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ സെയിം സെർച്ചിങ് ഓപ്പറേഷൻ വെച്ചിട്ട് എവിടെയാണോ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് അറിയുക. ദെൻ എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം? ഈ 4ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ 4 എന്ന നോഡിനൊരു പേര് വേണം, എന്നാലാണ് 4ൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അൽഗോരിതം പറയുന്നത്. അൽഗോരിതത്തിനകത്ത് ബൈനറി സെർച്ച് ട്രീ ഇൻസേർട്ടിനകത്ത് നമ്മൾ ഐറ്റം എന്നുള്ളൊരു ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻറ്റ് കൊടുത്തു. അതായത് ഈ എക്സാമ്പിളിൽ 5 ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം. ദെൻ നമ്മൾ സ്റ്റാർട്ട് വിത്ത് റൂട്ട് നോഡിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ റൂട്ട് നോഡിൻ്റെ പേര് നമ്മൾ PTR എന്ന് സെറ്റ് ചെയ്യുക. ഇതൊരു വേരിയബിളാണ്, ഒരു പോയിൻ്റർ വേരിയബിളാണ്. ദെൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന അഡ്രസ് ഓഫ് ദി റൂട്ട് നോഡാണ്. ദെൻ ഫ്ലാഗ് ഈക്വൽ ടു ഫോൾസ്. ഫ്ലാഗ് ഈക്വൽ ടു ഫോൾസിനർത്ഥം അതും ഒരു വേരിയബിളാണ്. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എപ്പോഴാണോ നമുക്കൊരു ഐറ്റം ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ ട്രൂ ആക്കി സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ബൈനറി സെർച്ച് ട്രീ ഇൻസേർഷൻ്റെ കേസിൽ അല്ലെങ്കിൽ ബൈനറി സെർച്ച് ട്രീയുടെ കേസിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സെയിം നോഡ് തന്നെ വരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന 5 ഓൾറെഡി ഇതിനകത്തുണ്ട് എങ്കിൽ നമുക്ക് ഇൻസേർഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ നമ്മൾ ചെക്ക് ചെയ്യണം എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4ൻ്റെ റൈറ്റ് സൈഡിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ റൂട്ട് നോഡിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് വൈൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. സെർച്ചിങ് ഓപ്പറേഷൻ്റെ കേസിൽ ഇവിടെ 3 കേസസ് വരുന്നു. ഫസ്റ്റ് ഐറ്റത്തിൻ്റെ വാല്യൂ ലെസ് ദാൻ PTR.data. PTR ഇനീഷ്യലി റൂട്ട് നോഡാണ്. ദെൻ ആ PTRൻ്റെ വാല്യൂ ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുവാണ് 5 ഈസ് ലെസ് ദാൻ 6. 5 ഈസ് ലെസ് ദാൻ 6. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ നമ്മൾ PTRൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്ക് പോവുക. 5 ലെസ് ദാൻ 6 ആയി കഴിയുമ്പോൾ നമ്മളിനി മൂവ്മെൻറ്റ് നടത്തേണ്ടത് 6ൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രം പോയാൽ മതി. സോ അതുകൊണ്ടാണ് PTRൻ്റെ വാല്യൂ ലെഫ്റ്റ് ചൈൽഡ് വെച്ചിട്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ എക്സ്ട്രാ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഒരു പോയിൻ്റർ കൊടുത്തിട്ടുണ്ട്. PTR1 ഈസ് എ ന്യൂ പോയിൻ്റർ ദാറ്റ് പോയിൻറ്റ്സ് ടു ദി PTR.
PT_R 1 ഈക്വൽ ടു PT_R എന്ന് പറയുമ്പോൾ അതിനർത്ഥം PT_Rലിരിക്കുന്ന എന്താണോ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടു PT_R 1. അപ്പോൾ ഇവിടെ PT_R 1 നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ റൂട്ട് നോഡാണ്, അതായത് നോഡ് 6 ആണ്. അപ്പോൾ നോഡ് 6 ആണ് ഇനീഷ്യലി PT_R. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പോകേണ്ടത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ PT_Rൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ PT_R പോയിൻറ്റ്സ് ടു നോഡ് 2. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തേക്കുന്നത്, PT_R 1 = PT_R. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ PT_R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഈ നോഡായിരുന്നു, 6 നോഡായിരുന്നു. ദെൻ PT_Rൻ്റെ വാല്യൂ ഞാൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വാല്യൂ PT_R 1 എന്നാക്കി സെറ്റ് ചെയ്തിട്ട് വേണം ഈ PT_Rൻ്റെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് PT_R 1 ഈ PT_R ആയിരുന്നത് എടുത്തു വെച്ചിട്ട് വേണം PT_Rൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ. നൗ PT_R പോയിൻറ്റ്സ് ടു ദിസ്. ഇനി വൈൽ ലൂപ്പ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എഗെയിൻ ചെക്ക് ചെയ്യുവാണ് 5 ഈസ് ലെസ് ദാൻ 2. കണ്ടീഷൻ ഫോൾസ് ആണ്. ദെൻ നമ്മളപ്പോൾ രണ്ടാമത്തെ കേസിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കേസിൽ 5 ഈസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ PT_R പോയിൻ്റ് ചെയ്തേക്കുന്നത് ഇതാണ്. ഓക്കെ, 5 ഈസ് ഗ്രേറ്റർ ദാൻ 5 മീൻസ് ഐറ്റം ഈസ് ഗ്രേറ്റർ ദാൻ PT_R ആണെങ്കിൽ നമ്മൾ PT_Rൻ്റെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് പോവുക. റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ PT_R നമ്മുടെ ഇവിടെ ആകും. അതിന് മുന്നേ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ് PT_R 1. അപ്പോൾ PT_R ഇതായി. ദെൻ അഗെയിൻ ഒന്നുകൂടെ വൈൽ ലൂപ്പിൽ കയറും. വൈൽ ലൂപ്പിൽ ചെക്ക് ചെയ്യുവാണ് ഐറ്റം മീൻസ് 5 ഈസ് ലെസ് ദാൻ PT_R അല്ലല്ലോ. ദെൻ അടുത്ത 5 ഈസ് ഗ്രേറ്റർ ദാൻ PT_R. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി കഴിയുമ്പോൾ കേസ് 2ൽ കയറും. കേസ് 2ൽ കയറി കഴിയുമ്പോൾ എഗെയിൻ PT_Rൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ PT_R ഇവിടെ വരും. ദെൻ ഇത് PT_R 1 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ PT_Rൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്, നള്ളാണ്. അതായത് ഈ 4ൻ്റെ റൈറ്റിൽ ഒന്നുമില്ല. അപ്പോൾ PT_Rൻ്റെ വാല്യൂ നള്ളായി കഴിയുമ്പോൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് PT_Rഉം ഐറ്റും ഈക്വൽ ആണെങ്കിൽ ഫ്ലാഗ് ട്രൂ ആക്കിയിട്ട് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുക. ഇനി അടുത്ത കേസ്, അതായത് ഇപ്പോൾ നമുക്ക് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടി. 4ൻ്റെ റൈറ്റ് സൈഡിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടി. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് PT_R = നൾ. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മുടെ PT_Rൻ്റെ വാല്യൂ എന്തായിരുന്നു, നള്ളാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി, PT_Rൻ്റെ വാല്യൂ നള്ളായി. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ കൊടുത്തേക്കുന്നത്. ന്യൂ = ക്രിയേറ്റ് എ നോഡ്, new.data = ഐറ്റം, new.lchild = നൾ, new.rchild = നൾ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്കൊരു നോഡ് ക്രിയേറ്റ് ആയി. അതിൻ്റെ ലെഫ്റ്റും റൈറ്റ് ചൈൽഡും നള്ളായിട്ട് സെറ്റായി. ഇനിയിപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്, ഈ 4ൽ നിന്ന് ഒരു കണക്ഷൻ വരിക, അവിടേക്ക് നമ്മൾ ഈ 5നെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്കിനി മെയിനായിട്ടും ചെയ്യാനുള്ളത്. 4ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഈ 5നെ ഇൻസേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി ഈ 4ൻ്റെ റൈറ്റിലാണെന്ന് നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് 4 എന്ന് പറയുന്നതിന് ഒരു പേരുണ്ട്, PT_R 1.data ലെസ് ദാൻ ഐറ്റം. അതായത് PT_R 1.data മീൻസ് 4 ലെസ് ദാൻ 5. അങ്ങനെയാണെങ്കിൽ PT_R 1ൻ്റെ ആർ ചൈൽഡിലേക്ക് ന്യൂ മീൻസ് 5 കൊണ്ട് ഇടുക. അപ്പോൾ 4ൻ്റെ റൈറ്റ് ചൈൽഡിലേക്ക് 5 ഇട്ടു. അല്ലാത്ത കേസാണെങ്കിൽ 4ൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്കാണ് 5 ഇടേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 4-നകത്ത് നമുക്ക് 4ൻ്റെ പേര് PT_R 1 എന്ന് കിട്ടി. ദെൻ ഇത് വെച്ച് കമ്പയർ ചെയ്യുക. ഇഫ് 4 PT_R 1.data മീൻസ് 4 ലെസ് ദാൻ 5. കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ PT_R 1.rchild, PT_R 1. മീൻസ് 4ൻ്റെ ആർ ചൈൽഡ് എന്താക്കി സെറ്റ് ചെയ്യുക, ന്യൂ ആക്കി സെറ്റ് ചെയ്യുക. ന്യൂ മീൻസ് 5 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ബൈനറി സെർച്ച് ട്രീയുടെ ഇൻസേർഷൻ്റെ അൽഗോരിതം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ.